بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, യഥാർത്ഥത്തിൽ വളരെ മനോഹരമായ, മനസ്സിന് വലിയ സന്തോഷം നൽകിയ കാര്യങ്ങളാണ് കഴിഞ്ഞുപോയത്. സത്യത്തിൽ വളരെ ഗൗരവകരമായ ചില കാര്യങ്ങൾ പറയണം എന്നൊക്കെ വിചാരിച്ച് യാത്രയിലിങ്ങനെ ചില ഹദീസുകളും ചില തഫ്സീറുകളൊക്കെ വായിച്ച് ആ കട്ടിയിൽ നിന്നതായിരുന്നു. പക്ഷേ ഈ ഹാഫിദീങ്ങളെയും അവരുടെ മാതാപിതാക്കളെയൊക്കെ കണ്ടപ്പം മനസ്സ് വേറൊരു ഭാഗത്തേക്ക് പോയി. യഥാർത്ഥത്തിൽ ഈ രണ്ട് ഹാഫിദുകൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഹാഫിദുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ച ഒരു വാക്കിൻ്റെ സബബുകളായി തിരഞ്ഞെടുത്ത ആളുകളാണ്. ഒരാൾ ഹാഫിളാവുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര സംഗതിയല്ല. എല്ലാവർക്കും ഒട്ടത് സാധിക്കില്ല. പരിശുദ്ധ ഖുർആനിൻ്റെ ഹിഫ്ള് ഒരിക്കലും ഒരാളുടെയും ബുദ്ധിയുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. അള്ളാഹുവിൻ്റെ പ്രത്യേകം തൗഫീഖാണ്. ഇവിടെ കണ്ട വേറൊരു പ്രത്യേകത, നമ്മളൊക്കെ പണ്ട് ഹിഫ്ള് പഠിക്കുന്ന സമയത്ത് 24 മണിക്കൂറും ഹിഫ്ളിലാണ്. തഹജ്ജുദിൻ്റെ സമയത്ത് തുടങ്ങിയാൽ രാത്രി 10 മണിക്ക് ഉറങ്ങാൻ വിടുന്നതുവരെ ആ കുട്ടികളുടെ കയ്യിൽ ഖുർആൻ ഉണ്ടാവും. സ്കൂൾ വിദ്യാഭ്യാസമില്ല, പത്രം വായനയില്ല, മൊബൈൽ ഫോണുകളില്ല, മറ്റ് പുസ്തകങ്ങളില്ല. നമ്മളെ കോളേജുകളിൽ കിതാബ് പഠിക്കുന്ന, ആലിം കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ ലൈബ്രറിയിൽ നിന്ന് അവർക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കുമ്പം ഹിഫ്ള് പഠിക്കുന്ന കുട്ടികൾക്ക് അതെല്ലാം ഹറാമാണ് സ്ഥാപനങ്ങളിൽ. അത്രത്തോളം എല്ലാ സമയവും അവരെ ഹിഫ്ളുമായി ബന്ധപ്പെടുത്തി ഉസ്താദുമാർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കണ്ടത്. അതൊരു വലിയ ഭാഗ്യമാണ്. അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഉസ്താദായാലും കുട്ടികളുടെ മാതാപിതാക്കളായാലും അതിലേറെ ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന കുട്ടികളും വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ സംരക്ഷണം സ്വയം ഏറ്റെടുത്തവനാണ്. നമ്മൾ സാധാരണ ഉസ്താദുമാർ പറയാറുണ്ട്, പരിശുദ്ധ ഖുർആനിന് വേണ്ടി നമ്മുടെ ദുനിയാവിൽ വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഖുർആൻ എന്തെങ്കിലും ആയിപ്പോകുമോ, ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമോ, ഖുർആനിനെ ആരെങ്കിലും നശിപ്പിക്കുമോ, ഇതൊന്നും സംഭവിക്കാത്ത കാര്യമാണ്. ഇലാ യൗമിൽ ഖിയാമ അള്ളാഹുവിൻ്റെ കലാം അതിന് തുടക്കത്തിൽ എന്ത് പ്രഭയുണ്ടായിട്ടുണ്ടോ അങ്ങനെ തന്നെ ഒരംശം പോലും കുറയാതെ നിലനിൽക്കും. അത് ഉറപ്പാണ്, സംശയമില്ല. കാരണം ആരൊക്കെയോ പരിശുദ്ധ ഖുർആനിനെ ഇല്ലാതെയാക്കാൻ ഇന്നലകളിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇന്ന് പ്രത്യേകിച്ച് പെട്ടെന്നുണ്ടായൊരു സംഗതിയല്ല. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാലം മുതൽക്ക് തന്നെ, ഖുർആൻ അവതരിക്കുന്ന കാലത്ത് യഥാർത്ഥത്തിൽ അന്ന് ജീവിച്ചിരുന്ന ആളുകൾ ഒരുപക്ഷെ ഇന്ന് 21-ാം നൂറ്റാണ്ടിൻ്റെ 2024 അത്രത്തോളം ബുദ്ധിയുള്ള, വിവരമുള്ള, ചിന്താശേഷിയുള്ള ആളുകൾ ഉണ്ടോ എന്ന് സംശയം വന്നു പോകും. നമ്മൾ സാധാരണ അറബി ലോകത്ത് പരിചയപ്പെട്ട അന്നത്തെ അറേബ്യയിലെ ആളുകൾ മണ്ടന്മാരായിരുന്നില്ല. ആദർശപരമായിട്ടുള്ള വ്യതിയാനം അവർക്ക് സംഭവിച്ചു എന്നല്ലാതെ അവർ ഭാഷാപരമായ പണ്ഡിതന്മാരാണ്. ഇന്ന് അറബി സാഹിത്യത്തിൽ PhD എടുക്കാനായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് റഫറൻസിന് കൊടുക്കുന്ന പുസ്തകങ്ങളിൽ പലതും അന്ന് അറേബ്യയിൽ
അന്നത്തെ ആളുകൾ അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കവിത രൂപത്തിലുള്ള വാചകങ്ങളാണ്. ഇന്നത്തെ സാഹിത്യം പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ. അത്ര വലിയ പണ്ഡിതന്മാരവർ അറബിയിൽ. വലീദ് ഇബ്നുൽ മുഗീറ ആള് കാഫിറാണ്, മുശ്രിക്കാണ്, നരകത്തിലാണ്. അള്ളാഹു പറഞ്ഞു സൂറത്തുൽ മുദ്ദസിൽ പറഞ്ഞ പോലെ ഇന്നഹു ഫക്കറ വഖദ്ദർ എന്ന് പറഞ്ഞ് അള്ളാഹു ആക്ഷേപിച്ച ആ വ്യക്തി. പക്ഷെ ആള് ബുദ്ധിമാനാണ്, ആള് വലിയ പണ്ഡിതനാണ്. അങ്ങനെയുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം. അതാണ് ഖുർആനിൻ്റെ മുഅ്ജിസത്തിൻ്റെ ഒരു ഭാഗവും. എന്നിട്ട് പോലും അവർക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരത്തിൻ്റെ മുന്നിൽ നെഞ്ചുവിരിച്ച് നിൽക്കാൻ സാധിച്ചിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട തുഫൈൽ ഇബ്നു അംദ് ദൗസി റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സഹാബി വര്യനാണ്. അദ്ദേഹം ദൗസ് ഗോത്രക്കാരനായ മുശ്രിക്കാണ്. പക്ഷെ മില്ലത്തെ ഇബ്രാഹിം അനുസരിച്ച് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വർഷാവർഷം മക്കയിലേക്ക് വരും. ആള് കവിയാണ്, കച്ചവടക്കാരനാണ്, അതീവ ബുദ്ധികൂർമ്മതയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് മക്കയിലെ നേതാക്കന്മാരുടെ ഗസ്റ്റാണ് ഈ തുഫൈൽ ഇബ്നു അബ്ദു ദൗസി റളിയല്ലാഹു അൻഹു. അന്ന് സഹാബിയല്ല. അബൂജഹൽ, ഉത്ബ, ശൈബ അടക്കമുള്ള നേതാക്കന്മാർ അയാളെ വീട്ടിലെ അതിഥിയായി കിട്ടാൻ കൊതിച്ചിരുന്ന ഒരു കാലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനുമായി രംഗപ്രവേശനം ചെയ്ത സമയം തുഫൈലിൻ്റെ വരവിൻ്റെ നേരം അറബി നേതാക്കന്മാർ അദ്ദേഹത്തെ ഉപദേശിക്കാൻ തുടങ്ങി. നിങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ, അബ്ദുള്ളയേക്കാളും അധികം ആളുകൾക്ക് പരിചയം അബ്ദുൽ മുത്തലിബിനെയാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ മുഹമ്മദിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കരുത്. അപകടകരമായ ചില വർത്തമാനങ്ങൾ മുഹമ്മദ് പറയുന്നുണ്ട്. അതിതുവരെ കേട്ടവരൊക്കെ അതിൻ്റെ മാസ്മരികതയിൽ പിടിച്ച് മതം മാറി പോവുകയും ചെയ്തു. നിങ്ങളതിൽ പെട്ടുപോകരുത്, സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഇന്നും പറയുന്നു. ഇന്ന് വർത്തമാനകാലത്ത് ഖുർആനിനോടുള്ള വിമർശനത്തിൻ്റെ വിദ്വേഷ പ്രസംഗങ്ങളുടെ, എഴുത്തുകളുടെ, വരികളുടെ പിറകിലുള്ള വികാരം പരിശുദ്ധ ഖുർആൻ കേട്ടവരെ, പഠിച്ചവരെ അത്തരത്തിൽ മാറ്റുന്നു എന്ന പരമസത്യമാണ്. അതിന്ന് ലോകം തിരിച്ചറിഞ്ഞു. ജൂത പരീക്ഷകൾക്ക് കൃത്യമായി മനസ്സിലായി. സായിപ്പന്മാർക്ക് 100-150% ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും പരിശുദ്ധ ഖുർആനിൻ്റെ വിമർശന പ്രസംഗങ്ങളും എഴുത്തുകളും നിർത്തലാക്കിയിട്ട് ഓർഡർ ഇട്ടു. ഇനി വിമർശിക്കാൻ പാടില്ല, ഇനി അതിനെതിരെ എഴുതാൻ പാടില്ല, ഇനി പരിശുദ്ധ ഖുർആനിൻ്റെ നിയമാവലികളിൽ ഒന്നിനെയും ജനങ്ങളുടെ മുന്നിൽ ചർച്ചക്കിടാൻ പാടില്ല. കാരണം അവരുദ്ദേശിക്കുന്നത് ഖുർആനിൽ നിന്ന് ആളുകളെ പിറകോട്ട് വലിക്കലാണ്. പക്ഷെ അവർ ഉദ്ദേശിച്ചതിൻ്റെ വിപരീതമായി ആളുകൾ അതിൻ്റെ ആളായി മാറുന്ന സത്യമാണ് ഇന്ന് ലോകം കാണുന്നത്. അതെന്നെ അന്ന് ഖുറൈശികൾ പേടിച്ചതും അതാണ്. തുഫൈൽ പറയുന്നു, എന്നോട് ഖുറൈശി നേതാക്കന്മാർ വന്ന് പറഞ്ഞു കേട്ടിട്ട് ഞാൻ ആകെ പേടിച്ചമ്പരെന്ന് തവാഫിന് പോകുമ്പോൾ എൻ്റെ ചെവിയിൽ തുണി തിരികെ കയറ്റിയിട്ടാണ് ഞാൻ പോവുക, ഇത് കേൾക്കാണ്ടിരിക്കാൻ. അപ്പം അത്ര പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം. ഖുർആനിനെതിരെ അന്നത്തെ നേതാക്കന്മാർ അത്രത്തോളം പറഞ്ഞ് അപകടകരമായ രീതിയിൽ അതിനെ തെറ്റിദ്ധരിപ്പ് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം അങ്ങനെയാണ് ഹിദായത്തിൻ്റെ വഴി വരിക. ഒരു ദിവസം തുഫൈൽ പറയാൻ, ഞാൻ ചിന്തിച്ചു, ഞാനൊരു പണ്ഡിതനാണ്, ബുദ്ധിമാനാണ്, കവിയാണ്, ഒരു കച്ചവടക്കാരനാണ്. ഇവർക്ക് കീഴിൽ ഇവരുടെ കൽപ്പന അനുസരിച്ച് ജീവിക്കേണ്ട ആളല്ല, ദൗസിൻ്റെ നേതാവാണ്. ഞാനെന്തിനാ ഇവർ പറയുന്നത് കേട്ടിട്ട് ഖുർആൻ കേൾക്കാതിരിക്കുന്നത്? ഒന്ന് കേട്ടു നോക്കാം. കഅബാലയത്തിൻ്റെ മുറ്റത്തെത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. തുഫൈൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നു, ചെവി കൂർപ്പിച്ചു, തുണി എടുത്തു മാറ്റി. ഞാൻ കേൾക്കണമല്ലോ. അപ്പം ഞാൻ കേട്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുകയാണ്, ഹാമീം ഹാമീം ഹുറൂഫുൽ മുഖത്തഅ. ഖുർആൻ പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഏകദേശം 21-22 സൂറകളെ അള്ളാഹു തുടങ്ങുന്നത് ഈ അക്ഷരങ്ങൾ വെച്ചുകൊണ്ടാണ്.
അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? അല്ലാഹു ആലം. ഇതാണ് മുഫസ്സിറുകളുടെ ജംഹൂറിൻ്റെയും അഭിപ്രായം. ഹാമീം അലിഫ് ലാം മീം എന്താ അർത്ഥം? അല്ലാഹു ആലം, അല്ലാഹ്ക്കറിയാം. തുഫൈൽ കേൾക്കുന്നത് ഹാ മീം രണ്ടക്ഷരമാണ്. എന്തായിരിക്കും ഇതിൻ്റെ വിവക്ഷ? എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വന്തം പേര് പോലും എഴുതാൻ അറിയില്ല, അറബി വായിക്കാൻ അറിയില്ല. അങ്ങനത്തെ ഒരാൾ ഈ രണ്ടക്ഷരം ഇങ്ങനെ പാരായണം ചെയ്യണമെങ്കിൽ മുഹമ്മദിന്റെ ഭാഗത്തു നിന്നുള്ളതല്ല, ഇത് മുഹമ്മദിന് ആരോ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് തീർച്ച. കാരണം എന്താ അറിയോ? സാഹിത്യത്തിന്റെ ഉത്തംഗതിയിൽ നിൽക്കുന്നത് എനിക്ക് വരെ ഈ രണ്ടക്ഷരത്തിന്റെ അർത്ഥം തിരിയുന്നില്ല. എന്തായിരിക്കും ഇതിന്റെ ബാക്കി? ഞാൻ കുറച്ചും കൂടി അടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഹ്ഖാഫ് ഓതി തീർത്തു. തുഫൈൽ തൊട്ടടുത്തെത്തി. ഓതി തീർന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ തുഫൈൽ ചോദിച്ചു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി എന്തെങ്കിലും ഉണ്ടോ കേൾപ്പിക്കാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാമീം കൊണ്ട് തുടങ്ങുന്ന സൂറകൾ തുഫൈലിനെ ഓതി കേൾപ്പിച്ചു. അദ്ദേഹം അവിടെ നിന്ന് കൈപിടിച്ചു, ഷഹാദ പറഞ്ഞു, വീട്ടിലെത്തി ഉപ്പാനെ ഉമ്മാനെ ഭാര്യയെ മക്കളെ മുഴുവനും കലിമ പറയിപ്പിച്ചു. എല്ലാവരെയും കൂട്ടിയിട്ട് വന്നു മക്കത്തേക്ക്. ഇതാണ് ഖുർആൻ. ഇതിറങ്ങുന്ന ആ സമയത്ത് ജീവിച്ച ആളുകളെ അങ്ങനെ ചിന്തിപ്പിച്ച ഒരു കിതാബാണ്. അങ്ങനത്തെ കാലത്താണ് ഇതിറങ്ങുന്നത്. വലീദ് ബിനുൽ മുഗീറ, ഖാലിദിന്റെ വാപ്പ, ഖാലിദ് ബിനുൽ വലീദിന്റെ വാപ്പ, ഖുർആൻ എന്താണെന്ന് കൃത്യമായി മനസ്സിലായി. കേട്ടവര് മാറുകയാണ്. കേട്ടവരുടെ മനസ്സിന്റെ കറകളെ കഴുകുകയാണ്. ദീനുൽ ഇസ്ലാമിന്റെ നൂറിനെ അവരെല്ലാവരും സ്വീകരിക്കുകയാണ്. എല്ലാവരും ദാറുന്നതുവയിൽ സമ്മേളനം വിളിച്ചുകൂട്ടി. എന്ത് ചെയ്യും? ഖുർആൻ അതിന്റെ മാസ്മരികതയും കൊണ്ട് പ്രയാണം തുടങ്ങിയിരിക്കുന്നു, വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് നിന്ന് പണക്കാരായ അബൂബക്കർ പോയി, അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പോയി, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പോയി, സഅദ് ഇബ്നു അബി വഖാസ് പോയി. ഇതിന്റെ അപ്പുറത്തുനിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ധീരശൂര പരാക്രമിയായിട്ടുള്ളവർ പോയി. അങ്ങനെ പലരും പോവാൻ തുടങ്ങി. എന്ത് ചെയ്യും? ഒരു വിരാമം വേണമല്ലോ. ദാറുൻ നദവയിൽ യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിന്റെ നേതാവ് അബൂജഹൽ. എല്ലാവരും കൂടി പറയാൻ തുടങ്ങി, ഒരു കാര്യം ചെയ്യാം, മുഹമ്മദിനെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്തു പറയാം? മജ്നൂനാന്ന് പറയാം. അപ്പോൾ വലീദ് ബിനുൽ മുഗീറ എഴുന്നേറ്റുന്നു. കൂട്ടത്തിൽ വലിയ പണ്ഡിതനും വയസ്സുള്ള ആളും. അയാൾ ചോദിച്ചു, എപ്പോഴെങ്കിലും മുഹമ്മദിന്റെ ഭാഗത്തുനിന്ന് ഭ്രാന്തന്മാരുടെ വാക്കോ രീതിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പരിചയമുണ്ടോ? എല്ലാവരും പറഞ്ഞു ഇല്ല. അപ്പോൾ പിന്നെ അത് പറയാൻ പറ്റൂല. ചർച്ച പിന്നെയും തുടർന്നു. ചില ആളുകൾ പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് സാഹിറ എന്ന് പറയാം, മാരണക്കാരൻ. വലീദ് ചോദിച്ചു, മുഹമ്മദ് എപ്പോഴെങ്കിലും സിഹറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് പരിചയമുണ്ടോ, അറിവിലുണ്ടോ? ഇല്ല. എന്നാൽ അതും പറയാൻ പറ്റൂല. എന്നാൽ പിന്നെ കാഹിന എന്ന് പറയാൻ, ജ്യോത്സ്യൻ. വലീദ് ചോദിച്ചു, ജ്യോത്സ്യപ്പണി എന്തെങ്കിലും മുഹമ്മദ് അടുത്ത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ, പരിചയമുണ്ടോ? ഇല്ല. അതും പറയാൻ പറ്റൂല. അബൂജഹൽ എഴുന്നേറ്റു. എന്നാ പിന്നെ നിങ്ങൾ തന്നെ പറ, എന്തു പറയും ഈ പരിശുദ്ധ ഖുർആനിനെ പറ്റി? എന്തു പറഞ്ഞിട്ടാ തടയിടുക? ആളുകൾ മതം മാറിയിട്ട് പോവാൻ തുടങ്ങി. അത് കേട്ട് അതിന്റെ ബാക്കിൽ പോവാൻ തുടങ്ങി. എത്രത്തോളം എന്നറിയോ? ദാറുൻ നദവയിൽ ഈ ചർച്ച ചെയ്യുന്ന അബൂജഹലും ഉത്ബയും അടക്കമുള്ളവർ, ഈ വലീദും പാതിരാ നേരത്ത് അവരുടെ കരിമ്പിടവും പുതച്ച് റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ മുറ്റത്ത് പോയ കഥ ഹദീസിന്റെ കിതാബിലുണ്ട്. ഖുർആൻ കേൾക്കാൻ തിരിച്ചു പോകുന്ന നേരത്തെ എല്ലാവരും പരസ്പരം കണ്ടുമുട്ടും. എന്നിട്ട് പറയും, വന്ന് ഇനി വരാൻ പാടില്ല. ആൾക്കാർ കണ്ടാൽ എന്താ പറയും? നമ്മൾ നേതാക്കന്മാർ ഇങ്ങനെ വന്നിട്ട് കേട്ടാലോ പിരിഞ്ഞു പോവും. പിറ്റെന്നും അതേ സമയത്ത് പാതിരാവിന് 3 പേരും അതേ സ്ഥലത്ത് പിന്നെയും കണ്ടുമുട്ടും. വരണ്ടാന്നല്ലേ പറഞ്ഞത്? അപ്പം അവർ തന്നെ പറയും, മുഹമ്മദിൻ്റെ പാരായണത്തിന് എന്തോ ഒരു മാസ്മരികതയുണ്ട്. അത് കേൾക്കാൻ പോയതാണ്. അതുണ്ട് ഖുർആനിന്. അത് ഖൽബ് കൊണ്ട് ഖുർആൻ കേൾക്കുന്നവർക്ക് തിരിയുള്ളൂ. സംഗീതത്തിൻ്റെ പിറകെ പായുന്നവർക്ക് അത് മനസ്സിലാവില്ല. അതിൻ്റെ സുഖവും അതിൻ്റെ രസവും കിട്ടൂല. വലീദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ. അല്ലാഹു ആക്ഷേപിച്ചു. അവൻ ചിന്തിച്ചു, ആലോചിച്ചു, മുഖം തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം പറയാം, ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ. ഇത് വെറും ഒരു മനുഷ്യന്റെ വാക്ക് മാത്രമാണ്. ഒരു അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ റബ്ബിൻ്റെ ഭാഗത്തു നിന്നായിട്ടുള്ള ഒന്നും ഇതിലില്ല, ഒരത്ഭുതവും ഇതിലില്ല. ഇത് വെറുതെ മുഹമ്മദ് പറയുന്ന വെറും വാക്ക് മാത്രമാണ്. അള്ളാഹു ചോദിച്ചു,
കൈഫ ഖദ്ദർ, അവൻ എങ്ങനെയാ ഖുർആനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞത്? ഞാൻ അവനെ വെറുതെ വിടൂല, നരകത്തിലിട്ട് കത്തിച്ച് കളയും ഞാൻ. പരിശുദ്ധ ഖുർആനിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് അന്ന് തന്നെ തുടങ്ങിയതാണ്. അന്ന് തന്നെ ആക്ഷേപമുണ്ട്, അന്ന് തന്നെ തകർക്കാനുള്ള പരിപാടിയുണ്ട്. അത് ഇന്നും ആവർത്തിക്കുന്നു. ഇലാ യൗമിൽ ഖിയാമ തുടരുക തന്നെ ചെയ്യും. അതില്ലാണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്തതിൻ്റെ പേരിൽ പരിശുദ്ധ റബ്ബിൻ്റെ കലാമിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഒരിക്കലുമില്ല. ഖുർആന് വേണ്ടി ജാഥ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഖുർആനിന് വേണ്ടി സെക്രട്ടേറിയറ്റിൽ പോയിട്ട് എന്തെങ്കിലും മുദ്രാവാക്യം മുഴക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനൊക്കെ ഡൽഹിയിൽ ഒരു കോടതിയിൽ, ഹൈക്കോർട്ടിൽ ഒരുത്തൻ ഖുർആനിൻ്റെ 6-7 സൂക്തങ്ങൾ ശരിയല്ല, അതൊന്നും മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഹർജി സമർപ്പിച്ചു. ഒരു മന്ദബുദ്ധി. കഴിയില്ല. എന്തുകൊണ്ടറിയോ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അത് അല്ലാഹുവിൻ്റെ വാക്കാണ്. നാം ആണ് ഇതിനെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സൂക്ഷിക്കുകയും ചെയ്യും. ആ സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇരിക്കുന്ന 2 കുട്ടികൾ, ഹാഫിദുകൾ. അതാ ഞാൻ പറയാൻ കാരണം, ഇത് വലിയ തൗഫീഖാണ്. അള്ളാഹു ഖുർആനെ സൂക്ഷിക്കാൻ തിരഞ്ഞെടുക്കുക ചിലപ്പോൾ അവൻ്റെ അടിമകളുടെ കൽബുകളെയാണ്. അതാരെയാന്ന് പറയാൻ കഴിയില്ല. ഇന്ന് സെലക്ട് ചെയ്യപ്പെട്ടത് ഈ 2 കുട്ടികൾ. ആ ഉപ്പാക്കും ഉമ്മാക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാം. അതിനുള്ള അവകാശവും അർഹതയും ആ മാതാപിതാക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ആ ഉപ്പാക്കും ഉമ്മാക്കും ദുനിയാവിലുള്ള അഭിമാനം മാത്രമല്ല, നാളെ റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ മഹ്ശറിൽ മാലോകരുടെ മുന്നിൽ അവർക്ക് കറാമത്തിന്റെ കിരീടം അണിയിക്കപ്പെടും. മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവും അതിലുള്ള സർവ്വ വസ്തുക്കൾ വെച്ചാലും ആ കിരീടത്തിന്റെ അടുത്തെത്തൂല. അത്രയും വിലപിടിപ്പുള്ള പ്രകാശം പരത്തുന്ന താജ് അവർ കണിയിക്കപ്പെടും. ഉപ്പയും അമ്മയും അവിടെയും ബന്ധം വിടും. ഇവിടുന്ന് ഇങ്ങനെ സമ്മാനം കിട്ടുമ്പോൾ എന്ത് ചെയ്തിട്ടപ്പോൾ നമുക്ക് ഇങ്ങനെ സമ്മാനം? നമ്മളും പണ്ട് ഹാഫിദായതാ, നമുക്കൊരു സോപ്പിൻ്റെ പെട്ടി പോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഉള്ളവർക്ക് മാഷാ അല്ലാഹ് കൊടുക്കണം എന്നാണ് പറയുന്നത്. കൊടുക്കണം, അവർക്ക് സമ്മാനം കൊടുക്കണം, അതിന് അർഹതയുണ്ട്. ആ ഉപ്പാക്കുമ്മാക്കും കൊടുക്കണം, പഠിപ്പിച്ച ഉസ്താനും കൊടുക്കണം. എന്തുകൊണ്ടറിയോ? ഇത് ചിലർക്ക് മാത്രം കിട്ടുന്ന സുവർണാവസരമാണ്, അതെല്ലാവർക്കും കിട്ടില്ല. അവർ ആദരിക്കപ്പെടേണ്ടവരാണ്. ഇനി അങ്ങോട്ട് അവർ സ്വന്തത്തെ സൂക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തം. അല്ലാഹു അവരെ നമ്മളെല്ലാം അങ്ങനെ ആക്കി തരട്ടെ. മാതാപിതാക്കൾ അന്തം വിട്ടു. എന്തിനാ ഇത്രയും വലിയ കിരീടം നമ്മളെ അണിയിച്ചത്? എന്ത് നന്മ ചെയ്തിട്ടാ? എന്തിനാ ഇത്രയും വലിയ ആദരവ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളിൽ ഒരാളുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഈ സൂര്യൻ ഉദിച്ചാൽ എന്തു പ്രകാശമുണ്ടായിരിക്കും? സഹബത്തിന്റെ വ്യാപ്തി പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, അതിനേക്കാൾ പ്രകാശിക്കും അന്ന് ഹാഫിദിങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകപ്പെടുന്ന കിരീടത്തിൻ്റെ പ്രകാശം. ആൾക്കാരെല്ലാം നോക്കുന്നുണ്ടാവും, ഇവരിങ്ങനെ അഭിമാനം കൊണ്ട് തിളക്കുന്നുണ്ടാവും. ചോദിക്കും, അപ്പോൾ പറയപ്പെടും, ബിഅഖ്ദി വലദികുമാ അൽ ഖുർആൻ, ബിഅഖ്ദി വലദികുമാ അൽ ഖുർആൻ. നിങ്ങൾ രണ്ടാളും നിങ്ങളെ മക്കളെ കൈമേൽ ഖുർആൻ കൊടുത്തതിൻ്റെ പകരമായിട്ട് കിട്ടിയതാണ്. കലാസ്. അത് ഈ ഉപ്പാക്കും ഉമ്മാക്കും അള്ളാഹു കൊടുക്കട്ടെ. ഇതിനേക്കാളും വലിയ അഭിമാനം ആഖിറത്തിൽ വേറെ ഏതാ കിട്ടാനുള്ളത്? ഇത്രയും വലിയ ഇസ്സത്ത് മാനവരുടെ മുന്നിൽ ഏതാ കിട്ടാനുള്ളത്? വില മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതെ, എൻ്റെയും നിങ്ങളുടെയും മക്കളെ, ആൺമക്കളെ, പെൺമക്കളെ അള്ളാഹു അവൻ്റെ ഖുർആനിനെ സംരക്ഷിക്കാൻ സെലക്ട് ചെയ്യുന്നുവെങ്കിൽ എന്നെയും കുടുംബത്തെയും അള്ളാഹു നോട്ടമിട്ടിട്ടുണ്ട് എന്നർത്ഥം. ഇനി അങ്ങനെ ജീവിച്ചു കൊടുത്താൽ മതി, ഇനി അങ്ങനെ ജീവിച്ചു കൊടുത്താൽ മതി. ആ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ഹാഫിദുകൾ. അതുകൊണ്ട് ഒരു പേടി ഖുർആനെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്തിനില്ല, അള്ളാഹു കാത്തോളൂ. പക്ഷെ പേടിക്കേണ്ടെന്താ അറിയോ? ആ ഖുർആനിൽ നിന്ന് നമ്മൾ വിട്ടു പോകുന്നുണ്ടോ എന്നത് ചിന്താ വിഷയമായിരിക്കണം. എറണാകുളം പോലെയുള്ള ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്, നമ്മളെ മലബാറിൽ അവിടെ എന്ന് പറഞ്ഞാൽ എറണാകുളം പോലുള്ള സ്ഥലത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, 2 ഹാഫിദുകളായിട്ടുണ്ട്, അവർക്ക് ഇന്ന് സനത് കിട്ടുന്ന പരിപാടിയാണ്. അപ്പം എൻ്റെ പുരക്കുന്ന ചോദിച്ചു, ആടെ ഹാഫിദുകൾ ഉണ്ടാവുമെന്ന്. കാരണം എറണാകുളത്തെ പറ്റി അങ്ങനെ അവർ കാണുന്നു, ആടയിലുണ്ടാവുന്നു. ഞാൻ പറഞ്ഞു, ആടെ ഉണ്ടാകുന്നു മാത്രമല്ല സ്കൂളും കൂടി അതിൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തുകൊണ്ടറിയോ? ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകൽ വലിയ പ്രയാസമാണ്. സ്കൂളിൻ്റെ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഹിഫ്ളും. പക്ഷെ ആ കുട്ടികളത് ചെയ്ത് കാണിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം നമ്മൾ ഓർക്കണം,
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അതിശക്തമായ ഒരു താക്കീത് തന്നിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചോളണം. അഥവാ നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അകലുകയാണെങ്കിൽ, നിങ്ങൾ അതിനെ ഒരു രണ്ടാം നമ്പർ ആക്കുകയാണെങ്കിൽ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആനിനെയും അതിൻ്റെ ഇൽമിനെയും നിങ്ങളൊരു രണ്ടാം നമ്പർ. ഒരു ഉദാഹരണം പറയാം. കുഞ്ഞിന് 3 വയസ്സായി. 3ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ നമ്മൾ എങ്ങോട്ടയക്കും? അംഗൻവാടി. ശാന്തമ്മ ടീച്ചറെ മടിയിൽ കൊടുക്കും. ഉമ്മാൻ്റെ മടിയിൽ നിന്ന് വളരേണ്ട പ്രായത്തിൽ ശാന്തമ്മൻ്റെ മടിയിൽ വളരും. ആ ശാന്തമ്മ എന്തായിരിക്കും ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക? ആയിക്കോട്ടെ, കുഴപ്പമില്ല, അയച്ചു. അങ്ങനെ ഒരു 2-3 മാസം പോയി കഴിഞ്ഞതിന് ശേഷം ഉമ്മ അടുക്കളയിൽ നിന്ന് അപ്പം ചുടുന്നുണ്ട്. അപ്പോൾ ആ 3 വയസ്സുകാരി അപ്പുറത്തിരുന്നിട്ട് പാടുന്നു, ജോണി ജോണി യെസ് പപ്പ. അപ്പോൾ ഉമ്മ അൽഹംദുലില്ലാ, കുഞ്ഞിക്കെല്ലാം തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതേ സമയത്ത് 4 വയസ്സായി 5 വയസ്സായി സലഫി മദ്രസയിൽ കൊണ്ടുപോയിട്ട് ചേർത്തു. പിറ്റേന്ന് വൈകുന്നേരം ഉമ്മ അടുക്കളയിൽ നിന്ന് അപ്പം ചുടുന്നു. അപ്പം ഈ ചങ്ങായി മോള് ചോദിക്കുന്ന അനിയനോടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാന എന്താണെന്നറിയോ? ഉമ്മക്ക് ടെൻഷനായി. ഇവളെന്താ ഈ ചോദിക്കുന്ന കുറച്ചോനെ? ഈ പ്രായത്തിലെ ഇങ്ങനത്തെ വലിയ വലിയ വർത്തമാനം പറയുന്ന ഇവള്. എന്നാണ് ഇന്നത്തെ വർത്തമാനകാല ഉമ്മത്തിൻ്റെ അവസ്ഥ. അതിനെയാണ് പറയുന്നത് ഖുർആൻ നമ്മൾ എന്താക്കി? രണ്ടാം നമ്പറാക്കി. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. വീട്ടിൽ കല്യാണം വന്നു. ഇത് നടക്കുന്ന സംഗതിയാണ് പറയുന്നത് കേട്ടോ. വീട്ടിൽ കല്യാണം. അപ്പോൾ പ്രായം മൂത്തവരൊക്കെ കൂടി ഇരുന്നിട്ട് ഡേറ്റ് തീരുമാനിക്കണമല്ലോ. ഏത് ദിവസം വെക്കും? ഒരാൾ പറഞ്ഞു തിങ്കളാഴ്ച. അപ്പം കാരണവർ ചൂടേ, തിങ്കളാഴ്ച സ്കൂളിൽ പോണ്ടറാ. അപ്പോൾ വേറൊരാൾ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ശനിയാഴ്ച വെക്കാം. അപ്പോൾ ഉമ്മമ്മ പറഞ്ഞു ശനിയാഴ്ച മദ്രസയിൽ പോകേണ്ട പിള്ളേർക്ക്, സലഫി മദ്രസ ആകെ ശനി ഞായർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവൻ കാരണവർ, അല്ല അത് പിന്നെയും പഠിക്കാമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഏതാ അത് പിന്നെയും പഠിക്കാമല്ലോ. ഏത് മദ്രസയിൽ നിന്ന് പഠിക്കേണ്ടത്? മറ്റേ ദേഷ്യം വിളിച്ചിട്ട് സ്കൂൾ പോകണ്ടറാ. ഇതെന്ന് ഈ ഉമ്മത്ത് മാറ്റുമോ? അന്നല്ലാതെ ഈ ഉമ്മത്ത് രക്ഷപ്പെടൂല, വല്ലാഹി രക്ഷപ്പെടുകയില്ല. പരിശുദ്ധ ഖുർആനിനെ, അള്ളാന്റെ ഹബീബിന്റെ ഹദീസിനെ രണ്ടാം നമ്പറാക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഉമ്മത്ത് മാറാത്തിടത്തോളം കാലം ദീനുൽ ഇസ്ലാമിന്റെ നൂറ് ഒരു കുടുംബത്തിനുണ്ടാവില്ല. അതാണ് ഇന്ന് ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദുനിയാവ് പഠിപ്പിക്കണ്ടെന്നല്ല, പഠിപ്പിച്ചോളി, ഇഷ്ടം പോലെ പഠിപ്പിച്ചോളി. പക്ഷേ ഫസ്റ്റ് ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്, അതൊന്ന് ശേഷം ബാക്കിയുള്ളത്. അള്ളാഹുവിന്റെ താക്കീത് എന്താ അറിയോ? വഇൻ തതവല്ലൗ, ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്ക് വേണ്ടെന്നാണെങ്കിൽ, ഏത് ഖുർആൻ, നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ, നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യമില്ലാന്ന് വെച്ചാൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ഭാര്യനെയും പ്രായം ചെന്ന മക്കളൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഖുർആൻ ഒതുപ്പിച്ച് നോക്കിയേ. +1 +2 പഠിക്കുന്ന ആമ്പിള്ളേരെ പെമ്പിള്ളേരെ വിളിച്ചിട്ട് പറ, മോനെ ഒന്ന് ഖുർആൻ ഓതി കേൾക്കട്ടെ. ഇതിനെങ്ങനെയാ ഖുർആൻ ഓതുന്നത് കേട്ട് നോക്കിയേ. +2 കഴിഞ്ഞു, പിന്നെ ഡിഗ്രിക്ക് വിട്ടു, പിന്നെ ഏതോ കോഴ്സിന് വിട്ടു, സർട്ടിഫിക്കറ്റായി, ഡോക്ടറേറ്റായി, വലിയ വലിയ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരായി, വലിയ വലിയ കമ്പനിക്കാരും ജോലിക്കാരുമായി, ദുനിയാവിന്റെ സൗകര്യങ്ങളായി. ഉപ്പയും ഉമ്മയും അങ്ങനെയുള്ള മക്കളോടുള്ള ഉത്തരവാദിത്വം പൂർത്തിയാക്കി എന്ന് തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ പഠിപ്പിക്കുന്നത് വരെ ഉത്തരവാദിത്വം പൂർത്തിയായിട്ടില്ല. വല്ലാഹി പൂർത്തിയായിട്ടില്ല. കാരണം എന്താ അറിയോ? MBBS ആക്കിയൊന്നും അള്ളാഹു ചോദിക്കൂല, IAS ആക്കിയൊന്നും അള്ളാഹു ചോദിക്കൂല. കാരണം അത് റിസ്ഖിന്റെ അസ്ബാബുകളിൽ പെട്ടതാണ്, തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വഴികൾ മാത്രമാണ്. പക്ഷെ ഖുർആൻ അത് മക്കൾക്ക് കൈമാറിയെന്ന് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട, തീർച്ചയായും ചോദിക്കും. ഒന്ന് വീട്ടിൽ പോയിട്ട് ഭാര്യനെ വിളിച്ച് ചോദിപ്പിച്ച് നോക്കിയേ, ഭാര്യൻ്റെ ഓത്ത് എങ്ങനെയുണ്ട്. നമ്മളൊന്ന് സ്വയം ഓതിയിട്ട് മക്കൾക്കൊന്ന് കേൾപ്പിച്ച് നോക്കിയേ. പള്ളിയിൽ ഖുർആൻ ക്ലാസ് വെക്ക് സുബഹിക്ക് ശേഷം മുതിർന്നവർക്ക്. ആദ്യത്തെ ദിവസം പള്ളി മൊത്തം ആള്. അങ്ങനെ ഹാഫിദ് ഉസ്താദ് ഓതിപ്പിച്ചു. അപ്പോഴാണ് എല്ലാത്തിൻ്റെ ഓത്തിൻ്റെ ഉള്ളു മനസ്സിലാകുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറയാൻ തുടങ്ങി, ഓഹോ കളിയെല്ലാം കണ്ടപ്പം വിചാരിച്ചു ഭയങ്കര പണ്ഡിതനായിരിക്കും, ഇങ്ങനെയാ ഓത്ത്. അടുത്ത ആൾ ഓതി.
പിറ്റേ ദിവസം പകുതിയാളും പള്ളിയിലേ ഇല്ല, സുബഹി നിസ്കാരത്തിലേ ഇല്ല. സുബഹിക്ക് വിളിച്ചാൽ തന്നെ പറയും വേണ്ടപ്പ മൂപ്പര് ഓദിപ്പിച്ച നാണക്കട അവിടെ നിസ്കാരം പൊരുക്കുന്നാക്കി. ഈ അവസ്ഥ ഉമ്മത്ത് മാറ്റിയേ പറ്റൂ. നിങ്ങൾ പിന്മാറിയാൽ, ഇത്ര വലിയ നിഅമത്ത് നിങ്ങളെ കൈമേൽ ഞാൻ തന്നിട്ട് നിങ്ങളതിനെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, ഞാൻ നിങ്ങൾക്ക് പകരം പുതിയൊരു ടീമിനെ പകരം കൊണ്ടുവരും. സുമ്മ ലാ യകൂനു അംസാലക്കും, അവർ നിങ്ങളെപ്പോലെ ആയിരിക്കൂല. ഞാൻ കൊണ്ടുവരുന്ന പുതിയ ടീം നിങ്ങളെപ്പോലെ ആയിരിക്കൂല. 5-6 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ മക്കയിലാണ്, കഅബാലയത്തിന്റെ മുറ്റത്ത് തവാഫിലാണ്. ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നു. ഹജറുൽ അസ്വദിന്റെയും കഅബാലയത്തിന്റെ വാതിലിന്റെയും ഇടയിൽ മുൽതസം എന്ന് പറയുന്ന സ്ഥലം, അവിടെ കൈയും നെഞ്ചും മുഖവും ചേർത്ത് വെച്ച് ദുആ ചെയ്യൽ പ്രത്യേക സുന്നത്താണ്. അവിടെയുള്ള ദുആഇന് ഖബൂലിയത്തുണ്ടെന്ന ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ സ്ഥലം കിട്ടാനായിട്ട് ആളുകൾ മൽപിടുത്തത്തിലാണ്. അതിനിടയിൽ നിന്നും ഒരു അട്ടഹസിച്ചുകൊണ്ടുള്ള, നിലവിളിച്ചുകൊണ്ടുള്ള കരച്ചിൽ കേൾക്കുന്നു. നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നു. നോക്കുമ്പോൾ ഒരു സായിപ്പാണ്, വെള്ളക്കാരനാണ്. അയാൾക്ക് താടിയും മീശയൊന്നുമില്ല, ശരീരമാസകലം പച്ച കുത്തിയിട്ടുണ്ട്, ഇഹ്റാമിന്റെ വസ്ത്രം പൊതിഞ്ഞിട്ടുണ്ട്. അയാൾക്ക് എങ്ങനെയെങ്കിലും മുൽതസം കിട്ടണം. നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് വരികയാണ്. സഹതാപം തോന്നിയ ചില ആളുകൾ വഴിയൊരുക്കി കൊടുത്തു. അയാൾ കയറി ചെന്നു, മുൽതസമിലേക്ക് നെഞ്ചും പിരിച്ച് കരയാൻ തുടങ്ങി, അല്ലാഹ് എന്ന് വിളിക്കാൻ തുടങ്ങി. പുതച്ച ഇഹ്റാമിന്റെ വസ്ത്രം ഊർന്ന് താഴോട്ട് വീണു. നമ്മൾ കണ്ട കാഴ്ച, അയാളുടെ മുതുകത്ത് അയാൾ പ്രേമിച്ചിരുന്നതോ മറ്റോ ഏതോ പെണ്ണിന്റെ ചിത്രം പച്ചകുത്തി വെച്ചിരിക്കുന്നു. അയാളുടെ ചുമലിൽ കുരിശ് തറച്ചിരിക്കുന്നു, പച്ചകുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അയാൾ ഇന്ന് പരിശുദ്ധ കഅബാലയത്തിന്റെ മത്താഫിൽ വന്നത് ഈ ഖുർആൻ യൂറോപ്പിൽ ഉണ്ടാക്കിയ പരിവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ജനിച്ചപ്പോ കൈ കിട്ടിയവർ ഫാത്തിഹ പോലും ഓതാൻ അറിയാതെ നട്ടം തിരിയുകയാണ്. അവരിന്ന് കഅബത്തിന്റെ മുമ്പിൽ വന്ന് തൗബയും ചെയ്ത് യൂറോപ്പിന്റെ തെരുവിൽ ഖുർആനും പൊക്കിപ്പിടിച്ച് പ്രബോധനത്തിന്റെ പ്രവർത്തനത്തിലാണ്. വഇൻ തവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, ഞാൻ പുതിയ ആൾക്കാരെ കൊണ്ടുവരും, നിങ്ങൾ അവരെ നോക്കി നിൽക്കും. ലാ യകൂനു അംസാലക്കും, അവർ നിങ്ങളെപ്പോലെ ആയിരിക്കൂല എന്ന് പറഞ്ഞു. അവരെൻ്റെ ആൾക്കാരായിരിക്കും. വേറെ ആയത്തിൽ എന്താ അറിയോ? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അല്ലാഹു അവരെയും ഇഷ്ടപ്പെടും, അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കൊണ്ടുവരും. പക്ഷെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാറ്റിവെക്കപ്പെടുന്നവരായി നമ്മൾ മാറിക്കൂടാ. ഖുർആനിൻ്റെ ആളാവണം. 3 കാര്യമാണ് ശ്രദ്ധിക്കാറുള്ളത്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതി. ഖുർആനിലുള്ള ഹഖ് 3 കാര്യങ്ങളാണ്. 1 ഹഖ്ഖ തിലാവതി തഫ്സീറുകളിൽ കാണാം. 1 തിലാവത്ത് പഠിക്കലാണ്, ഓതാൻ പഠിക്കലാണ്. ഈ 2 ഹാഫിദുകൾ ഓത്തിൽ രണ്ടാമത് ഓതി ആൾ മാഷാ അല്ലാഹ് കുറച്ചും കൂടി വളരെ നന്നായിട്ട് ഓതി. മാഷാ അല്ലാഹ്. ഖുർആൻ ഓത്ത് പഠിക്കുക തന്നെ വേണം. തിലാവത്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഫിദായത് എത്രാമത്തെ വയസ്സിലാണ്? എത്രയായിരിക്കും? എന്നാലും ഏകദേശം എത്രയായിരിക്കും? 62-ാമത്തെ വയസ്സിൽ. കാരണം അന്നാണ് ഖുർആൻ ഇറങ്ങി പൂർത്തിയാവുന്നത്. 62-ാമത്തെ വയസ്സിൽ. നമ്മളെന്താ പറയുക, 50 കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് പഠിക്കലിപ്പോൾ, എങ്ങനെ പഠിക്കൽ എന്ന്, എങ്ങനെ നാവിൽ വരുന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ യതതഅത വഹുവ അലൈഹി ഷാഖുൻ ലഹു അജ്റാൻ. ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വീണും എണീച്ചും ഖുർആൻ ഓതി പഠിക്കുന്നവർക്ക് 2 കൂലിയുണ്ട്. ലഹു അജ്റാൻ. അല്ലെങ്കിൽ ഒരക്ഷരത്തിന് 10 ആണ്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. ആരെങ്കിലും ഖുർആന്റെ ഒരക്ഷരം ഓതിയാൽ അയാൾക്കൊരു നന്മയുണ്ട്, ഒരു നന്മ 10 സമമാണ്. അലിഫ് ലാം മീം 30 കൂലിയായി. അത് ബുദ്ധിമുട്ടി ഓതുന്നാക്ക് 60 കൂലിയായി. എന്തിനായിരിക്കും ഈ പ്രോത്സാഹനം തന്നത്? ഓതി പഠിക്കാൻ. തിലാവത്ത് പഠിക്കൽ വാജിബാണ്. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, മഖാരിജുൽ ഹുറൂഫ് പഠിക്കൽ വാജിബുൻ ഐനിയ്യാൻ. ഓരോ വ്യക്തികളുടെ മേലും നിർബന്ധമാണ് മഖ്റജുകൾ പഠിക്കൽ.
എന്തുകൊണ്ടറിയോ? അറബി ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ വന്നിട്ട് വാഴപ്പഴം കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നറിയോ? എന്തായിരിക്കും? പയം. നിങ്ങൾ പഴം എന്താ പറയുക? നമ്മുടെ നാട്ടിൽ പയം എന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും, അതാ ഉദ്ദേശിച്ചത്. പക്ഷെ അറബി അങ്ങനെയല്ല. അറബിൻ്റെ ഒരു കുത്തു മാറിയാൽ മതി, അർത്ഥം എവിടുന്നു എവിടത്തേക്കോ പോവും. അപകടകരമായ രീതിയിൽ അർത്ഥം മാറും. അൽഹംദു എന്ന ഹാഇന് പകരം ഒരുത്തൻ ഹാ പറഞ്ഞാൽ 100ൽ 98 പറയുന്ന അങ്ങനെയാണ്. ചില ഇമാമുകൾ വരെ അൽഹംദു ഹമദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? തകർന്ന് തരിപ്പണമായി എന്നാണ്. ഹമിദ എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു. അൽഹംദു എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു. ഇവൻ അൽഹംദു എന്ന് പറഞ്ഞാൽ എല്ലാ തകർച്ചയും അള്ളാഹുവിനാകുന്നു. ഒന്ന് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ലഹ്നു ജലിയാണ്, വൻ പാപത്തിൽപ്പെട്ട തെറ്റാത്. കാരണം അള്ളാഹിൻ്റെ ദാത്തിന് ആ പറച്ചിൽ ചേരൂല. അറിഞ്ഞുകൊണ്ട് പറഞ്ഞവനാണെങ്കിൽ ഒന്ന് ഇസ്ലാമെന്നേ പോയി, അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണെങ്കിൽ ഇസ്ലാമെന്നേ പോയി. പക്ഷെ ഒറ്റ അക്ഷരം മാറിയിട്ടേ ഉള്ളൂ. വഹുവൽ ഖല്ലാഖുൽ അലീം, ഖുർആന്റെ ആയത്താണ്. വഹുവൽ ഖല്ലാഖ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ. ഖാഇന്റെ പുള്ളി പോയാൽ, ഗൾഫ് പോയാൽ അറിയാമല്ലോ എന്താ ഹല്ലാഖ്? ബാർബർ. അർത്ഥം എവിടെ പോയി നോക്കി, ഒരു പുള്ളി മാറിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞത്, ഒന്ന് ഖുർആനോടുള്ള ഹക്കിൽ ഒന്ന് ഖുർആൻ ഓതിപ്പഠിക്കലാണ്. എത്ര മനോഹരമായി ഓതാൻ പറ്റുമോ അത്ര മനോഹരമായി ഓതാൻ ശ്രമിക്കണം. കുട്ടികൾക്ക് അൽഹംദുലില്ലാ ക്ലാസ് ഉണ്ട്, മുതിർന്നവർക്ക് പള്ളിയിൽ ക്ലാസ് ഉണ്ടാവണം. ഖുർആൻ്റെ ക്ലാസ് ഓതി പഠിക്കുന്നത്. ഇമാമിൻ്റെ അടുത്ത് ചെന്ന് ഹാഫിസാൻ നിങ്ങൾക്ക് ഹാഫിസാൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു ദിവസം ഒരായത്ത്, ഒരു ദിവസം ഒരു ജുസു അല്ല, ഒരു ദിവസം ഒരായത്ത് ഓതി പഠിച്ച ഒറ്റ ഒരായത്ത്. ഉസ്താദേ ഒന്ന് നോക്കി തെറ്റുണ്ടോ നോക്കിയ അക്ഷരങ്ങൾ ശരിയാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു രാജാവ് തൻ്റെ അടിമപ്പെണ്ട് പാട്ടുന്ന പാട്ടിലേക്ക് ശ്രദ്ധിക്കുന്ന പോലെ ഉടമസ്ഥനായ റബ്ബ് അവൻ്റെ അടിമയുടെ പാരായണം ശ്രദ്ധിച്ച് കേൾക്കുന്നതായിരിക്കും. എൻ്റെ റബ്ബിൻ്റെ കലാമ് ഞാൻ ഓതുമ്പോൾ എൻ്റെ റബ്ബ് കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം വേണം. ഉസൈദ് ബിൻ ഖുദൈർ റളിയല്ലാഹു അൻ, മദീനക്കാരൻ. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്ന സമയം ദഅവത്തിൽ അദ്ദേഹത്തിന് ആദ്യം തന്നെ സഹായിയായി വന്ന ഉസൈദ് ബിൻ ഖുദൈർ, അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ പുറത്ത് കെട്ടിയിരിക്കുന്ന കുതിര പതിവിന് വിപരീതമായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു, ചാടുന്നു. അദ്ദേഹം പുറത്തേക്ക് വന്നു. നോക്കുമ്പോൾ കാണുന്നത് എണ്ണവിളക്കുകൾ കത്തിച്ചു വെച്ച പോലെയുള്ള വിളക്കിൻ്റെ കൂട്ടം വീടിൻ്റെ മുകളിൽ നിൽക്കുന്നു. പേടിച്ചു സഹാബി. ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിറ്റേന്ന് രാവിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഉസൈദ്, നീ നിന്റെ പാരായണം നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ രാവിലെ ആളുകൾ പള്ളിയിലേക്ക് വരുമ്പം അവരും അത് കാണുമായിരുന്നു. നിന്റെ ഖുർആനിൻ്റെ തിലാവത്ത് ശ്രദ്ധിക്കാൻ മലക്കുകൾ വന്ന് കേൾക്കുകയായിരുന്നു എന്ന്. ഇത് അള്ളാഹിൻ്റെ കലാമാണ്. ഇതിനൊരു രസമുണ്ട്, ഒരു ലദ്ദത്തുണ്ട്. അള്ളാഹു സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി, നമ്മളെവിടെ ഉണ്ട് നോക്കണം കേട്ടോ, പറയുന്നത് ഞാനടക്കം. ഹദ്ദിസ്ന എന്ന് വെച്ചാൽ അവർക്കതൊരു രസമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇങ്ങനെ സംസാരിക്കൽ അവർക്കൊരു രസമാണ്. കഥകൾ പറഞ്ഞു കൊടുക്കും, കഴിഞ്ഞ കാലത്തെ കഥ പറയും, അദബുകൾ പഠിപ്പിച്ചു കൊടുക്കും. ഹദ്ദിസ്ന, എന്തെങ്കിലും പറഞ്ഞു തരും നബിയെ. അന്നേരമാണ് സൂറത്ത് യൂസുഫ് അവതരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കഥ പറഞ്ഞുതരാം. അതിനുശേഷം പിന്നെയും അവർ ആ വാക്ക് പറഞ്ഞു. അപ്പോഴാണ് സൂറത്തു സുമറിലായത്ത് ഇറങ്ങിയത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. അല്ലാഹു നിങ്ങൾക്ക് മനോഹരമായ ഒരു വർത്തമാനം ഇറക്കി തന്നിട്ടുണ്ട്. മനോഹരമായ വർത്തമാനം. എന്താ ഇതിൻ്റെ പ്രത്യേകത അറിയോ? അള്ളാഹുവിനെ പേടിക്കുന്ന അടിമകൾക്ക് തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അള്ളാഹിനെ പേടിക്കുന്നവർക്ക് രോമാഞ്ചമുണ്ടാവും അത് കേൾക്കുമ്പോൾ. അവിടെ ഞാനും നിങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ ഉപ്പമാരും ഉമ്മമാരും എല്ലാവരും ഇഖ്ശിഅറാർ, രോമാഞ്ചം. രോമാഞ്ചത്തിൻ്റെ ഉദാഹരണം എന്താ അറിയോ? ബസ്സിൽ യാത്രയാണ്. നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല.
നമ്മുടെ നാട്ടിലൊക്കെ പ്രൈവറ്റ് ബസ്സിൽ പാട്ട് വെക്കും ഡ്രൈവർ. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും ആ പഴയ മുഹമ്മദ് റഫിൻ്റെയും കിഷോർ കുമാറിൻ്റെ എല്ലാം പാട്ടായിരിക്കും വരിക. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ സീറ്റും വെച്ചിട്ട് ആൾക്കാർ ഇരുന്നിട്ട് ചിലപ്പോൾ താടിയുണ്ടാവും തൊപ്പിയുണ്ടാവും, എന്നാലും കൈ കൊണ്ടൊരു മുട്ടൽ, ചിലപ്പോൾ ഇങ്ങനെ ഒരു ആട്ടം. ബിരിയാണി വെച്ചിട്ട് റഹ്മത്ത് ഹോട്ടലിൽ ബിരിയാണിയും വെച്ച് ബസ്സിൽ കയറുമ്പോൾ ഉണ്ട് മുഹമ്മദ് റഫിൻ്റെ പാട്ട്. അതിലിങ്ങനെ ലയിച്ചിട്ട് ഇങ്ങനെ തലയെല്ലാട്ടി കാലക്കൊന്നാട്ടി. അതാണ് ഇഖ്ശിഅറാർ. അതാണ് ഇഖ്ശിഅറാർ. അള്ളാഹു പറയുന്നു അത് നിങ്ങൾക്ക് ഖുർആനിൽ കിട്ടണം. അത് ലഭിച്ചവരാണ് സഹാബാക്കൾ, അത് കിട്ടിയവരാണ് സഹാബാക്കൾ. അവര് നിന്ന് നിസ്കരിച്ചു രാത്രിയിൽ പുലരുവോളം, കാലിൽ നീര് കെട്ടുവോളം മടി വന്നില്ല. നമുക്കിപ്പം തറാവീഹ് നിസ്കാരത്തിന് പോലും ടൈം കറക്റ്റാണ്. ഇമാം സാബ് 9 बजे शुरू करना है, 8:45 पे ख़त्म, 10 बजे लोग घर में होना चाहिए. നമ്മളെ പള്ളിയിലെ തറാവീഹ് എന്തിനാത്? അപ്പം ഇതിൻ്റെ അർത്ഥം 9:45 എന്നുള്ളത് 10 മണിക്ക് തീർത്താൽ പള്ളിക്ക് പുറത്ത് ചർച്ച. സെക്രട്ടറി ഇയാൾ പറ്റൂല, വേറെ പുതിയ ഇമാമിനെ നോക്കിക്കോ. എന്താ കാര്യം? ഇയാൾ ആ കാമണിക്കൂർ കൂടുതൽ നിസ്കരിച്ചു. അതാണ് ഇവരുടെ പ്രശ്നം. അങ്ങനെ നാവരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഹാഫിദ് ഞങ്ങൾ ആദരിക്കുന്ന സദസ്സിലാണ് ഉള്ളത്. ഖുർആനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നത്. ഖുർആനിൽ ഇഖ്ശിഅറാർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കണം. അതാണ് ഒന്നാമത്തെ ഹക്ക്. ഖുർആനോട് അതിൻ്റെ തിലാവ മനോഹരമായി പാരായണം ചെയ്യൽ. 2, അതിൻ്റെ മഅന പഠിക്കൽ. ഖുർആനിൻ്റെ മഅന പഠിക്കൽ. നമ്മളിപ്പോഴും സുന്നത്ത് നിസ്കരിക്കുമ്പോൾ പോകുന്ന സൂറത്ത് ഏതാ? കണ്ടാ ചിരിയിലുണ്ട് അതിൻ്റെ മറുപടി. അതിൻ്റെ അല്ല ഏതാ? വലദ്ദാലിൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ്. നല്ല തിരക്കുള്ള കച്ചവടക്കാരാണെങ്കിലോ ഞങ്ങൾക്ക് അതിനേക്കാളും ചെറുത് പറയില്ലല്ലോ. ഇതാണ് ഇപ്പോഴും. കുഴപ്പമില്ല, എൻ്റെ ഉപ്പ പറയലുണ്ട്, ആയിക്കോട്ടെ അത് ഓതിക്കോട്ടെ, പക്ഷെ എന്നാലും അതിൻ്റെയെങ്കിലും ഒരു മാന ഒന്ന് പഠിച്ചു വെക്കണ്ടേ. അതിൻ്റെങ്കിലും അർത്ഥം എന്താ ഈ സംഭവം, എന്താ ഈ അള്ളാഹു എന്നോട് ഈ സംസാരിക്കുന്നത്, അതിനെപ്പറ്റിയൊരു ബോധം നമുക്ക് ഉണ്ടാവണ്ടേ. അറിയില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ വരെ അർത്ഥം അറിയില്ല. അവനാണ് കുലു തക്ബീർ, അല്ലാഹു അക്ബർ. പോരാ, കുലു 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 തക്ബീർ, അല്ലാഹു അക്ബർ. ഒരു കാര്യമില്ല. റബ്ബ് തന്ന കലാമിൻ്റെ മഅന എന്തെന്ന് ഇതുവരെ അറിയാത്ത മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. നമ്മൾ പെടാൻ പാടില്ല. ജൂതന്മാരെ പറ്റി അള്ളാഹു പറഞ്ഞത്, പക്ഷേ അതിന് നമ്മൾ പെട്ടുപോയിക്കൂടാ. ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകൾ. ഖുർആനുണ്ട് ഇഷ്ടം പോലെ. പുതിയ ഏതെങ്കിലും പ്രിൻ്റ് വന്നാൽ അപ്പം തന്നെ സൗദിയിൽ നിന്ന് വിളിച്ച് വരുത്തിക്കലായി, തട്ടിങ്ങനെ അടുക്കി വെക്കലായി, പുരക്കും ഉണ്ടാവും. പിന്നെ ചില ആൾക്കാർക്ക് ഖുർആൻ എന്തിനാണെന്നറിയോ? രാവിലെ എണീച്ചിട്ട് 2 കണ്ണ്, തല, നെച്ചി, ഖലാസ്, ഹക്ക് പൂർത്തിയായി. ചില ആൾക്കാർ വണ്ടിയിൽ കാറിൽ പൊതിഞ്ഞ് വെക്കാൻ, ചില ആൾക്കാർക്ക് പീടിയിലെ ബെൽപ്പിൻ്റെ ഉള്ളിൽ വെക്കാൻ, ചില ആൾക്കാർക്ക് ബെഡ്റൂമിൽ, ചില ആൾക്കാർ മഹർ കൊടുക്കലും ഖുർആനാ. അതിനുള്ളതല്ല ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. നേർവഴി കാണിക്കാൻ, നമ്മളെ മുസ്ലിമാക്കാൻ, നമ്മളെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കാൻ. അതിനെന്ത് വേണം, എന്താ പറയുന്നതെന്നുള്ളത് അറിയണം, അത് പഠിക്കണം. ഓരോ ലഫ്ലുകളും അൽഹംദു, സർവസ്തുതിയും ലില്ലാഹി, അള്ളാഹുവിനാകുന്നു, റബ്ബി, റബ്ബായ, അൽ ആലമീന, സർവ്വലോകങ്ങളുടെയും. അങ്ങനെ പഠിക്കണം. സ്കൂൾ പഠിക്കുന്നില്ലേ, കോളേജ് പഠിക്കുന്നില്ലേ, ഒരു ദിവസം 6-7 മണിക്കൂർ പഠിപ്പിന് കൊടുക്കുന്നില്ലേ? അതിലൊന്നും ആർക്കും ഇപ്പം ഇത് പറഞ്ഞപ്പോൾ തന്നെ ചിന്തിക്കൂ, എപ്പം പഠിച്ചു തീരാനിപ്പോൾ എങ്ങനെ ആയാലും. ദുനിയാവിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി ആർക്കും ഒരു പ്രശ്നമില്ല. പൈസ എത്രയും ചിലവാക്കാം, എത്ര സമയവും കൊടുക്കാം, എത്ര ലക്ഷം പണം കൊടുക്കാം. തറവാട് പൂട്ടിയിട്ട് ടൗണിൽ ഫ്ലാറ്റ് വാടക എടുത്ത് താമസിക്കാം മക്കളെ സ്കൂളിൽ വിടാൻ, അല്ലേ? നിങ്ങളുടെ നാട്ടിൽ എന്തായാലും ഉണ്ടാവും. നല്ല സ്കൂളിൽ നോക്കിയിട്ട് ടൗണിലേക്ക് ഫ്ലാറ്റ് എടുത്ത് മാറുകയാണ്. എന്തിനും മക്കളെ പഠിപ്പിക്കാൻ. ഖുർആന് എല്ലാം പഠിച്ചോളൂ എന്ന് പണ്ടേ നമ്മളും കേൾക്കുന്നതല്ലേ, അത് പഠിച്ചോളൂ. ഇല്ല, മഅന പഠിക്കണം. ഭർത്താവും ഭാര്യയും മക്കളും വീട്ടിൽ ഒരു ഹൽഖ ഉണ്ടാവണം. ഒരു ദിവസം 10 മിനിറ്റിൻ്റെ ഒരു ഹൽഖ. ആ വീട് മുബാറക്കാണ്, ആ വീട് മുബാറക്കാണ്, അനുഗ്രഹീതമാണ്. ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. മാപ്പിള പറയും, ഓദിക്ക ഫാത്തിഹ ഓദിക്ക കേൾക്കട്ടെ.
ഭാര്യ ഓതും, മക്കൾ ഓതും. ചിലപ്പോൾ മക്കളായിരിക്കും ഉസ്താദ്, ഉപ്പാൻ്റെ, പ്രശ്നമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരുപക്ഷേ ഉപ്പാനേക്കാളും വലിയ ആലിമായിരിക്കും, ഉമറിനേക്കാളും വലിയ ആലിമായിരിക്കും അബ്ദുല്ലാഹി ഇബ്നു ഉമർ. എന്നാലും ആ ഹൽക്ക വേണം, അങ്ങോട്ടും പറഞ്ഞും ചോദിച്ചും പഠിക്കുന്നൊരവസ്ഥ ഉണ്ടാവണം വീട്ടിൽ. മൂന്നാമത്തേത് ഹഖ് ഖുർആനിനോട് അമൽ ചെയ്യലാണ്. ജീവിതത്തിൽ ഖുർആൻ വരച്ച് കാണിച്ച ആ വഴി മുറുകെ പിടിക്കലാണ്. മുറുകെ പിടിക്കുമ്പം കുറേ ഒഴിവാക്കാനുണ്ടാവും, ഒഴിവാക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും, പ്രയാസം ഉണ്ടാവും. അതെ, അതിൻ്റെ പേരാണ് ദീൻ. അതിൻ്റെ പേരാണ് ദീൻ. ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പരീക്ഷണം ഉണ്ടാകുക എന്നത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ മുറുകെ പിടിച്ചതും പ്രചരിപ്പിച്ചതും സുഖകരമായ വഴിയിലല്ല, കഷ്ടപ്പെട്ടിട്ടാണ്, പ്രയാസപ്പെട്ടിട്ടാണ്. അള്ളാഹു ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു, യത്ലൂനഹു ഹഖ്ഖ തിലാവതി ഉലൈക യുഅ്മിനൂന ബിഹി, അവനാണ് ഖുർആനിൽ വിശ്വാസം ഉൾക്കൊണ്ടവർ. ഉലൈക യുഅ്മിനൂന ബിഹി, അവനാണ് ഖുർആനിൻ്റെ ഈമാൻ പൂർത്തിയാക്കിയവർ, ഓതാൻ അറിയുന്നവർ, മഅന അറിയുന്നവർ, അമൽ ചെയ്യുന്നവർ. അതിൽ പെടേണ്ടതുണ്ട്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ കൂട്ടത്തിൽ 4 പേരെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അബൂ മൂസ അശ്അരി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, സെയ്ദ് ഇബ്നു ഹാരിസ, പിന്നെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ. ഈ 4 പേരോട് കാണിച്ചിട്ട് പറഞ്ഞു, സഹാബാക്കളോട് ഇറങ്ങിയ പോലെ ഖുർആൻ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെടുത്ത് പോയിട്ട് പഠിച്ചോളേന്ന്. അവരോധി തരും, അത് കേട്ട്. സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടൊരു സ്നേഹം പരിശുദ്ധ ഖുർആനിനോട്, ഖുർആനിൻ്റെ അഹ്ലാവാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, അള്ളാഹുവിന് ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളുണ്ട്, അടുത്ത ആൾക്കാരുണ്ട്, അഹ്ലുകാരുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അള്ളാഹിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്? റസൂലുള്ളാഹിന്റെ മറുപടി, ഹും അഹ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകളാണ്. അഹ്ലുല്ലാഹി വഖാസതു, അവർ അള്ളാഹിൻ്റെ അഹ്ലുകാരാണ്, അവൻ്റെ ഏറ്റവും ഖാസായ ആളുകളാണ് ഖുർആനിൻ്റെ ആളുകൾ. അതുകൊണ്ട് തീർച്ചയായും ഈ ഹാഫിദുകളുടെ മാതാപിതാക്കൾക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള റിഫഅത്ത് തന്നതാണ്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു ഗവർണറെ കാണുകയാണ്. വലിയ പാഠമുള്ള ഒരു ഹദീസാണ്. ആമിർ ബിൻ വാസില പറയാണ്, നാഫിഅ് ബിനുൽ ഹാരിസ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഉസ്ഫാൻ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. മക്കയുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചിട്ടുള്ളത്. ആ സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ ഉമർ ചോദിച്ചു, അല്ല, അപ്പോൾ നീ മക്കത്ത് നിന്നെ ഞാൻ ഏൽപ്പിച്ചല്ലേ കാര്യം നോക്കാൻ, നീ എന്താ അത് വിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു? നീ ആരെയെങ്കിലും പകരം ആളെയാക്കിയിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഇബ്നു അബ്സയെ പകരമാക്കിയിട്ടാണ് ഞാൻ വന്നത്. മക്കയുടെ ഉത്തരവാദിത്തം, ഗവർണർ സ്ഥാനം എൻ്റെ പകരം നോക്കാൻ ഇബ്നു അബ്സയെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഉമർ ചോദിച്ചു, മൻ ഇബ്നു അബ്സ, ആരാണ് ഈ ഇബ്നു അബ്സ? കേട്ടു പരിചയമില്ലല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, മൗലൻ മിൻ മവാലീന, നമ്മളെ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരടിമയാണത് ഇബ്നു അബ്സ. ഉമർ ചോദിച്ചു, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗലൻ, മക്കക്കാരിൽ ഖുറൈശികളുടെ മേൽ നീയൊരു അടിമനെയാണോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്? നീ ഒരാൾക്ക് അധികാരം കൈമാറുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? ഖാല, അതിന് മറുപടിയായിട്ട് അദ്ദേഹം ഉമറിനോട് പറഞ്ഞു, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹി അസ്സ വജൽ, ഞാൻ ഏൽപ്പിക്കാൻ കാരണം അയാൾ അള്ളാഹുവിൻ്റെ കലാം നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഓതാൻ അറിയുന്ന ആളാണ്, അതുകൊണ്ടാണ് ഏൽപ്പിച്ചത്. ആ ഇസ്സത്ത് ഈ ഹാഫിദുകൾക്കുണ്ട്. ഇത് കേട്ടപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു ചില ആളുകളെ ഉയർത്തുകയും ചെയ്യും, ചില ആളുകളെ താഴ്ത്തുകയും ചെയ്യും. ആരാ താഴ്ത്തുന്നത്? അള്ളാഹു അല്ലാത്തവരെ വിളിക്കാൻ 20 ആയത്ത് ഖുർആനുണ്ടെന്ന് കണ്ടുപിടിച്ച മഹാന്മാരുണ്ട്, അവരാണ് അള്ളാഹു താഴ്ത്തുക. ഇങ്ങനെയുണ്ട്. ഖുർആൻ ഇറങ്ങിയെന്തിനാ അറിയോ? അള്ളാഹിനെ മാത്രം വിളിക്കാൻ പഠിപ്പിക്കാൻ. ആ കിതാബിൽ എന്തുണ്ടെന്ന് അള്ളാഹ് എല്ലാത്തവരെ വിളിക്കാൻ 20 ആയത്ത് ഞാൻ കാണിച്ചു തരാം.
എന്താ പറയേണ്ടത്? വയദഉ ബിഹി ആഖരീൻ. അതിനെപ്പോലത്തെ ടീംസിനൊക്കെ അള്ളാഹു ഖുർആൻ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? നിന്ദ്യമാക്കും. അള്ളാഹിനെ സ്നേഹിക്കുന്ന, ദീൻ അറിയുന്ന, ദീൻ പഠിക്കുന്നവരുടെ മനസ്സിൽ അവർക്ക് സ്ഥാനം ഉണ്ടാവില്ല. അതാ മനസ്സിലാക്കേണ്ടത്. ദീൻ അറിയുന്ന, ഹക്കറിയുന്നവരുടെ മനസ്സിൽ അവർക്ക് അള്ളാഹു സ്ഥാനവോ മുഹബത്തോ കൊടുക്കൂല. അവർ അള്ളാഹു താഴ്ത്തിക്കളയും. എന്നാൽ ഇവൻ അങ്ങനെയല്ല. അള്ളാഹു ചില ആളുകളെ ഉയർത്തും. ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ ശറഹ് ചെയ്തു ഹദീസിനെ, റിഫഅത്തുദ് ദുനിയ വരിഫഅത്തുൽ ആഖിറ. സമയമായ ദുനിയാവിൻ്റെ ഉയർച്ചയും ആഖിറത്തിൻ്റെ ഉയർച്ചയും. ഏതാ ദുനിയാവിൻ്റെ ഉയർച്ച? ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഹാഫിദീങ്ങൾ നമ്മൾ പറയും, മക്കളെ കൂട്ടത്തിൽ ഹിഫ്ദ് പഠിക്കാനും ദർസ് പഠിക്കാനും ഒക്കെ ഉണ്ടാക്കൽ ആരെയാ? കൂട്ടത്തിൽ ഏറ്റവും നല്ല ബുദ്ധി കുറഞ്ഞവനെ അല്ലേ? ബുദ്ധിയുള്ള ഇവൻ IAS, ഇവൻ MBBS, ഇവൻ എഞ്ചിനീയറിംഗ്, ഇവനോ അതിനെ പള്ളി ദർസിലാക്കാപ്പ അല്ലേ? കേട്ടോളി, അബു ഹനീഫ റഹ്മഹുല്ലാന്റെ ശിഷ്യനാണ് അബു യൂസുഫ്, പ്രഥമ ശിഷ്യൻ, അരുമ ശിഷ്യൻ. അദ്ദേഹം ഇമാമായതിൻ്റെ പിറകിൽ ഒരു കഥയുണ്ട്. ഇമാം അബു യൂസുഫിൻ്റെ ബാപ്പ നേരത്തെ മരിച്ചു. ഉമ്മ ഫക്കീറത്താണ്. അബു യൂസുഫ് ചെറുപ്പത്തിലെ പീടികളിൽ ജോലിക്ക് പോകും. കോഴി പീടിയ, ഗോതമ്പിൻ്റെ പീടിയ തൂക്കി കൊടുക്കാനൊക്കെ ജോലിക്ക് പോയിട്ട് വേണം ഉമ്മക്ക് എന്തെങ്കിലും കിട്ടാൻ. ഈ പോകുന്ന വഴിമധ്യയാണ് അബൂ ഹനീഫ ഇമാമിൻ്റെ ക്ലാസ്. ഒരു ദിവസം അത് കേട്ടു, ആകൃഷ്ടനായി. പിന്നെ ഡെയിലി അങ്ങോട്ട് പോക്കായി. ഉമ്മ ഡെയിലി പട്ടിണി. ഒരു ദിവസം മോൻ്റെ ബാക്കിൽ തന്നെ ഉമ്മ വന്നു. നോക്കുമ്പോൾ മോൻ പീടിയിലേക്കല്ല പോകുന്നത്, ഇമാമിൻ്റെ പള്ളിയിലൊക്കെ പോകുന്നു ക്ലാസ് കേൾക്കാൻ. ഇമാം അബൂ ഹനീഫ് റഹ്മത്തുള്ളാഹി ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മ വന്നിട്ട്, ഇമാം, ഇതെൻ്റെ മോൻ യതീമാണ്, ഇവൻ ജോലിക്ക് പോയിട്ട് വേണം എനിക്ക് കഞ്ഞി കുടിക്കാൻ, എൻ്റെ കൂടെ പെടണം. അപ്പോൾ ഇമാം പറഞ്ഞു, ഉമ്മ, ഇവൻ നിങ്ങൾക്ക് കഞ്ഞി ഇപ്പം വാരിത്തരേണ്ട മോനല്ല, ഇവൻ ഫാലൂദജി രാജാവിൻ്റെ കൂടെ കഴിക്കേണ്ട മോനാണ്. ഉമ്മ യൂസുഫ് മോനെയും നോക്കും, ഇമാമിനെയും നോക്കും. ഒരു നേരത്തെ കഞ്ഞുടിക്കാൻ വകയില്ലാത്ത കുഞ്ഞാണ്, ഇവനാണ് ഇനി രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഫാലൂദജി കഴിക്കേണ്ടത്. ഉമ്മ പറഞ്ഞു ഇമാമിനോട്, എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ പോട്ടെ, പഠിക്കട്ടെ. ഇമാം അബു യൂസുഫ് പഠിച്ചു അബൂ ഹനീഫ ഇമാമിൻ്റെ അടുക്കൽ. ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ കാലം ഒരു വിളംബരം വന്നു. നാട്ടിൽ കൊട്ടാര ഖാദിയായി നിയമിക്കാൻ ആളുകളെ ക്ഷണിക്കുന്നുണ്ട് കൊട്ടാരത്തിലേക്ക്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊട്ടാരത്തിലെത്തണം. നാട്ടുകാർ മുഴുവനും വിരൽ ചൂണ്ടി അബൂ യൂസുഫിലേക്ക്, മൂപ്പരെ കൊണ്ടുപോയാൽ മതി, വേറെ ആരും അത്രയും എത്തൂല. അബൂ യൂസുഫ് പോയി. അന്ന് രാത്രി ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു കൊട്ടാരത്തിൻ്റെ സുപ്രയിൽ. അദ്ദേഹം ഒന്ന് ചിരിച്ചു. അബൂ യൂസുഫ്, ഖലീഫ ചോദിച്ചു, നീ എന്തിനാ ചിരിച്ചത്? നമ്മൾ പരിഹസിക്കുകയാണോ? അല്ലല്ലല്ല, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വർത്തമാനം ഓർത്ത് ചിരിച്ചു പോയതാണ്. അന്ന് എൻ്റെ ഉമ്മാനോട് എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാലൂദജ്, രാജാക്കന്മാർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേര്, അതെൻ്റെ ഈ മകൻ കഴിക്കുമെന്ന്. ഇന്നത് ഞാൻ കഴിക്കുമ്പം കാണാൻ എൻ്റെ കൂടെ എൻ്റെ ഉമ്മയില്ലല്ലോ, എന്നാലും ഉമ്മാൻ്റെ ആ ഒരു അവസ്ഥ ഓർത്തിട്ട് ഞാൻ ചിരിച്ചു പോയതാണ്. യർഫഉ ബിഹി അഖ്വാമൻ. ദുനിയാവിൻ്റെ ഉയർച്ചയുണ്ട്. നാളെ ആഖിറത്തിൽ അള്ളാഹു പറയും ഈ ഹാഫിദീങ്ങളോട്, ഇഖ്റ വറത്തിൽ കമാ കുൻത തുറത്തിലുഹു ഫിദ്ദുനിയ, ഇഖ്റ വർതഖി, ഓതിക്കോളിൻ, കേറിക്കോളിൻ. കമാ കുൻത തുറത്തിലുഹു ഫിദ്ദുനിയ, ദുനിയാവിൽ നീ എങ്ങനെയാണോ ഓതിയത് അങ്ങനെ ഓതിയിട്ട് കേറിക്കോ. നീ അവസാനം എവിടെ നിർത്തുമോ അവിടെയായിരിക്കും സ്വർഗത്തിൽ നിന്റെ സ്ഥാനം. തീർച്ചയായും ഹാഫിദീങ്ങൾക്ക് മാത്രമേ അത്രയും ഓതാൻ പറ്റുള്ളൂ. കുല്ലുവല്ല മാത്രം പഠിച്ചോൻ അവിടെ നിൽക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് ഈ ഹാഫിദീങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും, ഈ ഹാഫിദീങ്ങളെ മാതാപിതാക്കളെയും അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി, അവൻ്റെ അഹ്ലുകാരായി, അവൻ്റെ ഖാസ്സുകളായി ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.